എല്ലാവർക്കും സ്വാഗതം കാഡെക്സയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ആർക്ക്, എക്സ് ലൈൻ അഥവാ കൺസ്ട്രക്ഷൻ ലൈൻ, റേ തുടങ്ങിയ കാര്യങ്ങളാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ആർക്കിനെ പറ്റി പറയുമ്പോൾ ആർക്കിന്റെ കമാൻഡ് എന്ന് പറയുന്നത് എ ആണ്. നമ്മൾ കമാൻഡ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു, എ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് കമാൻഡ് ഏരിയയിൽ ചോദിക്കുന്നത്? സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് എന്നല്ലേ? ഞാൻ എവിടെയാണോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ സ്റ്റാർട്ട് പോയിന്റ് വരും. രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്നിടത്ത് സെക്കൻഡ് പോയിന്റും മൂന്നാമത് ക്ലിക്ക് ചെയ്യുന്നിടത്ത് എൻഡ് പോയിന്റും വരും. ഇപ്പൊ ഇത് എന്ത് മെത്തേഡാണ്? 3 പോയിന്റുകൾ കൊടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ആർക്കിന്റെ 3 പോയിന്റ് മെത്തേഡ് എന്ന് വിളിക്കാം. ഈ ഒരു 3 പോയിന്റ് മെത്തേഡ് നിങ്ങൾക്ക് ആർക്കിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടോ? അതിനകത്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോ പഠിച്ച 3 പോയിന്റ് മെത്തേഡ്. ക്ലിയർ അല്ലേ? വീണ്ടും ഞാൻ എ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുമ്പം ഇതിന്റെ ബ്രേക്കറ്റിൽ സെന്റർ, കമാൻഡ് ഏരിയന്റെ ബ്രേക്കറ്റിൽ സെന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അതിനകത്തൊന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് ആർക്ക് എന്നാണ്. ഞാൻ എവിടെയാണോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ സെന്റർ പോയിന്റ്, പിന്നീട് സ്റ്റാർട്ട് പോയിന്റും പിന്നീട് എൻഡ് പോയിന്റും ആണ്. അപ്പൊ ഈ മെത്തേഡിന്റെ പേരെന്താ? സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്നാണ്. എന്താണ് പേര്? സെന്റർ സ്റ്റാർട്ട് എൻഡ്. ഈ ഒരു സെന്റർ സ്റ്റാർട്ട് എൻഡ് പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആർക്കിന്റെ ഈ ഒരു ഓപ്ഷനിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ മെത്തേഡാണ് ഇപ്പൊ പഠിച്ച മെത്തേഡ്. സോ നമുക്ക് ഇതൊരു ലൈനിനെ ബേസ് ചെയ്തൊന്ന് പഠിക്കാം. ഞാൻ ഓർത്തോ ഓൺ ആക്കി ഒരു ലൈൻ വരച്ചു. അളവ് കൊടുത്തിട്ടില്ല, ചുമ്മാ വരച്ചാണ്. വീണ്ടും ഇവിടെ വന്ന് സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് എടുത്തു. ദാ അപ്പൊ ഇവിടെ സ്പെസിഫൈ സെന്റർ പോയിന്റ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിന്റെ മിഡ് പോയിന്റ് ഏതാണോ അത് തന്നെയാണ് ആർക്കിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മളിവിടെ കണ്ടോ, മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എൻഡ് പോയിന്റ് ചോദിക്കുമ്പോൾ ഓർത്തോ ഓൺ ആയതുകൊണ്ട് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഇതിന്റെ ഇടയിലുള്ള പോയിന്റുകളിലൊന്നും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെയോ ഇവിടെയോ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഓർത്തോ ഓൺ ആയതുകൊണ്ട്. ഓർത്തോ ഓഫ് ആണെങ്കിലോ എൻഡ് പോയിന്റ് ഇവിടെയോ ഇവിടെയോ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഈ എൻഡ് പോയിന്റ് കൊടുക്കുന്നതോടൊപ്പം കമാൻഡ് ഏരിയയിൽ ബ്രേക്കറ്റിൽ ഒരു സംഗതി കിടപ്പുണ്ടല്ലോ. എന്താണത്? ഹോൾഡ് കൺട്രോൾ ടു സ്വിച്ച് ഡയറക്ഷൻ. അതായത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ആർക്കിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാന്നർത്ഥം. ഇപ്പൊ ഡയറക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആർക്കിന്റെ ഡിഫാൾട്ട് ആയിട്ട്, അതായത് ഫസ്റ്റ് ടൈമിൽ ആർക്ക് ഉപയോഗിക്കുമ്പം വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല. ഏത് ഡയറക്ഷൻ ആണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഏത് ഡയറക്ഷൻ ആണ് ആർക്കിന്റെ ഡിഫാൾട്ട് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ എന്താവും? അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവും. ഒന്നുകൂടെ പറയാം, ആർക്കിന്റെ ഡിഫാൾട്ട് ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് അഥവാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമ്മൾ എപ്പോഴാണോ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് വരക്കുന്നത്, ആ സമയത്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരിക. ക്ലിയർ അല്ലേ? അടുത്ത മെത്തേഡായിട്ട് പഠിക്കാനുള്ളത് സ്റ്റാർട്ട് സെന്റർ എൻഡ് ആണ്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക, സ്റ്റാർട്ട് സെന്റർ എൻഡ്. ക്ലിയർ? തൊട്ടടുത്ത മെത്തേഡ് നോക്കിയാലോ, അതാണ് സ്റ്റാർട്ട് സെന്റർ ആംഗിൾ. സ്റ്റാർട്ട് പോയിന്റ് ഇവിടെയും സെന്റർ പോയിന്റ് ഇവിടെയും. ആംഗിൾ ചോദിക്കുമ്പോൾ ഞാനൊരു 60 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇത് 60 ആണ് നമ്മൾ ടൈപ്പ് ചെയ്തതെങ്കിലും ഇത് 60 വന്നു നമുക്കൊന്ന് കൺഫേം ചെയ്യണ്ടേ? അതിനുവേണ്ടി ഇത് അളക്കണം അല്ലെ, ഇതിന്റെ ആംഗിൾ അളക്കണം. അതിനുവേണ്ടി എവിടെ പോകണം? ഹോം ടാബിൽ അനോട്ടേഷൻ പാനലിൽ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആംഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ആ ആർക്കിന്റെ മേലെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പുറത്തൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോ 60 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റാർട്ട് സെന്റർ ലെങ്ത് ആണ്. ഈ സ്റ്റാർട്ട് സെന്റർ ലെങ്ത് എന്ന് പറയുമ്പം നമ്മളിപ്പോ ഒരു ആർക്ക് വരച്ചാൽ ആർക്കിന്റെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്തിനെയാണ് ഇവിടെ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ആർക്കിന്റെ ഈ സ്റ്റാർട്ട് പോയിന്റ് മുതൽ എൻഡ് പോയിന്റ് വരെയുള്ള നീളമില്ലേ, അതാണ് ഇവിടുത്തെ സ്റ്റാർട്ട് സെന്റർ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ആ ഒരു എക്സാമ്പിൾ നോക്കാം. ആ ലൈന് കൃത്യമായ ഒരു അളവ് കൊടുത്ത് വരക്കണേ.
ഞാനൊരു 50 അളവ് കൊടുത്തത്. ശേഷം ആർക്കിനകത്തേക്ക് വന്നു, സ്റ്റാർട്ട് സെന്റർ ലെങ്ത് എടുത്തു, സ്റ്റാർട്ട് സെന്റർ. ഈ ലെങ്ത് മാക്സിമം എത്ര വരെ കൊടുക്കാം? നമ്മളൊരു ലൈൻ 50 വരച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മാക്സിമം 50 വരെയാണ് ഈ ഒരു ആർക്കിന്റെ ലെങ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക. 50-ൽ കുറവ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ ഒരു 45 കൊടുത്തു. ഈ 45 നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുക? ഒരു ലൈൻ എടുത്തിട്ട് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒന്ന് വരക്കുന്ന. അപ്പൊ ഈ അളവാണ് ഇത് 45 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് അളക്കണ്ടേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ലൈൻ പോലെയാണോ ഈ ലൈൻ? അല്ല, ഈ ലൈൻ സ്ട്രെയിറ്റ് ആണ്, ഈ ലൈൻ ശകലം ചെരിഞ്ഞിട്ടാണ്. അപ്പൊ ചെരിഞ്ഞിരിക്കുന്ന ലൈനൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് അലൈൻഡ് എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡയമെൻഷനും ഡയമെൻഷൻ സ്റ്റൈലൊക്കെ പറയും കേട്ടോ. എങ്കിലും ഇതുപോലുള്ള അവസരത്തിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ പറയാതെ നമുക്ക് അളക്കാനും പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ ഡയമെൻഷൻ എടുത്ത് അതേ സ്ഥലത്ത് പോവുക, അലൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഫസ്റ്റ് പോയിന്റ് ഇവിടെയും സെക്കൻഡ് പോയിന്റ് ഇവിടെയും ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് എൻഡ് ആംഗിൾ ആണ്. സ്റ്റാർട്ട് എൻഡ് ആംഗിൾ ഞാനൊരു 60 എന്ന് കൊടുക്കുകയാണ്. ഇതേ സ്ഥലത്ത് വന്ന് ആംഗുലറിൽ ക്ലിക്ക് ചെയ്യുക, ആർക്കിന്റെ മേലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ ഡയമെൻഷൻ കാണേണ്ടത് അവിടെ കൊണ്ടുപോയി ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 60 ഡിഗ്രി. ക്ലിയർ? അടുത്തത് വരുന്നത് സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ ആണ്. സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് എടുത്തു, എൻഡ് എടുത്തു, ഡയറക്ഷൻ. ഞാനിപ്പോ ഓർത്തോ ഓൺ ആക്കിയത് കൊണ്ടാണ് കറക്റ്റ് സ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓർത്തോ ഓഫ് ആണെങ്കിൽ വേണ്ട അടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേണോ അല്ലെങ്കിൽ താഴേക്കാണോ വേണ്ടത്, എവിടെയാ വേണ്ടത് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓർത്തോ ഓൺ ആണെങ്കിൽ കറക്റ്റ് സ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ ഫോൺ ഉണ്ടാവും. ദെൻ അടുത്തത് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ലൈൻ ഓൺ ആക്കി, അതായത് ലൈൻ വരച്ചു, ഇവിടെ ലൈൻ വരച്ചു, ഇനി ഇവിടെ ഒരു ലൈൻ വരച്ചു. എനിക്കിത് കണക്ട് ചെയ്യുന്ന രീതിയിൽ കൃത്യമായ റേഡിയസോട് കൂടിയ ഒരു ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുക, സ്റ്റാർട്ട് എൻഡ് റേഡിയസ് എടുക്കുക, സ്റ്റാർട്ട് ഇവിടെയും എൻഡ് ഇവിടെയും കൊടുക്കുകയാണ്. ഞാൻ റേഡിയസ് ഒരു 50 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെയല്ലേ വന്നത്, എനിക്ക് ഇങ്ങനെയാണ് വരേണ്ടതെങ്കിലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. സ്റ്റാർട്ട് എൻഡ് റേഡിയസ്, സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ കൊടുക്കുക, എൻഡ് പോയിന്റ് ഇവിടെ കൊടുക്കുക. കണ്ടോ? റേഡിയസ് കൊടുക്കുക. ഇത് 50 പറഞ്ഞ റേഡിയസ് ഉണ്ടോ എന്ന് നമുക്ക് അളക്കണ്ടേ? സെയിം സ്ഥലത്ത് ഡയമെൻഷൻ എടുത്ത സെയിം സ്ഥലത്തേക്ക് വരിക, റേഡിയസ് എടുക്കുക, ഇതിന്റെ മേലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഇങ്ങനെയാണ് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് വരക്കുന്നത്. സെന്റർ സ്റ്റാർട്ട് എൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെന്റർ സ്റ്റാർട്ട് ആംഗിൾ പറയാം. ആദ്യം സെന്റർ പോയിന്റ് തുടങ്ങി പിന്നെ സ്റ്റാർട്ട് പോയിന്റിൽ വന്ന് ആംഗിൾ കൊടുക്കുന്ന ഒരു രീതി. ഞാനൊരു 75 എന്നാണ് ആംഗിൾ കൊടുക്കുന്നത്. ഇവിടെ വരുക, ആംഗുലർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. കണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് സെന്റർ സ്റ്റാർട്ട് ലെങ്ത്. സെന്റർ സ്റ്റാർട്ട് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസിന് ലെങ്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ 50 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം 50 വരെ ഇതിന്റെ ലെങ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. 50-ൽ കുറവ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഞാനൊരു 50 കൊടുക്കുകയാണെങ്കിലോ അറിയാമല്ലോ, ഈ പോയിന്റ് മുതൽ സ്റ്റാർട്ട് പോയിന്റ് മുതൽ എൻഡ് പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് ഇവിടെ ആർക്കിന്റെ ഒരു ലെങ്ത് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എന്താ ഈ കണ്ടിന്യൂ? അതായത് നമ്മളിപ്പോ 3 പോയിന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ആ ആർക്കിന്റെ എൻഡ് പോയിന്റ് നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്ത ആർക്ക് വരണമെങ്കിലാണ് ഏത് ഓപ്ഷൻ? കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. കണ്ടിന്യൂ അതായത് തൊട്ട് മുന്നേ വരച്ച ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്നും വീണ്ടും കണ്ടിന്യൂ ചെയ്ത്, അതായത് കണക്ട് ചെയ്ത ഒരു ആർക്ക് വരക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ആണ്, ആർക്ക് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ പഠിക്കാം. എന്താണ് ഓപ്ഷന്റെ പേര്? കൺസ്ട്രക്ഷൻ ലൈൻ ആണ്. ഇതിന്റെ
കമാൻഡ് എന്ന് പറയുന്നത് എക്സ് എൽ ആണ്. നമ്മൾ എക്സ് ലൈൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. എക്സ് എൽ ആണ് ഇതിന്റെ കമാൻഡ്. ഇവിടെ എക്സ് എൽ ടൈപ്പ് ചെയ്യുമ്പം കമാൻഡ് ഏരിയയിൽ എന്താ ചോദിക്കുന്നത്? സ്പെസിഫൈ എ പോയിന്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വരക്കുമ്പോൾ ഓർത്ത് ഓഫ് ആക്കിയിട്ട് വരക്കുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ ഓർത്ത് ഓൺ ആക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ സ്പെസിഫൈ എ പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇതിന്റെ സ്റ്റാർട്ട് പോയിന്റ് എവിടെയാണോ എൻഡ് പോയിന്റ് എവിടെയാണെന്നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലൈനാണ് ഇത്. അതായത് കൃത്യമായ സ്റ്റാർട്ടിങ്ങോ കൃത്യമായ എൻഡിങ്ങോ ഇല്ലാത്ത ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഒരു ലൈൻ ടൈപ്പാണ് ഇത് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്പെസിഫൈ എ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകാൻ വേണ്ടി, അതായത് ജസ്റ്റ് പാസ് ചെയ്ത് പോവാനുള്ള ഒരു പോയിന്റ് ആയിട്ട് മാത്രമാണ് സ്പെസിഫൈ എ പോയിന്റ് പറഞ്ഞ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കും സ്പെസിഫൈ പോയിന്റ്. പിന്നീട് ചോദിക്കുന്നത് എന്താ? സ്പെസിഫൈ ത്രൂ പോയിന്റ് എന്നല്ലേ? ഞാൻ എവിടെയാണോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അതൊക്കെ ത്രൂ പോയിന്റ് ആയിട്ട്, അതായത് ത്രൂ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇത് ഓർത്തോ ഓഫ് ആക്കിയിട്ടല്ലേ ഇത്ര നേരം വരച്ചത്. ഇനി ഓർത്തോ ഓൺ ആക്കി വരച്ചാലോ? ഓർത്തോ ഓൺ ആക്കി എക്സൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. സ്പെസിഫൈ എ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓർത്തോ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് വരുക. അപ്പൊ എനിക്കിപ്പോ ഹൊറിസോണ്ടൽ ലൈൻ ആദ്യം വരക്കണ്ടെങ്കിൽ ത്രൂ പോയിന്റ് ചോദിക്കുമ്പോൾ ഒരു ക്ലിക്ക് കൊടുക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ആണ്. വെർട്ടിക്കലാണ് വേണ്ടെങ്കിൽ സ്പെസിഫൈ ത്രൂ പോയിന്റ് ചോദിക്കുമ്പോൾ ഒരു ക്ലിക്ക് എവിടെയും കൊടുക്കും. ഇനിയിപ്പോ ലൈൻ വരക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റർ അടിക്കാം. ക്ലിയർ അല്ലേ? ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾക്കിപ്പം കൺസ്ട്രക്ഷൻ ലൈൻ വരക്കുമ്പം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ ഓർത്ത് ഓൺ ആക്കണം എന്നൊന്നുമില്ല അത് വരക്കാൻ. അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ വരക്കണമെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈനിൽ നിങ്ങൾക്ക് ഓർത്ത് ഓൺ ആക്കി തന്നെ വരക്കണം എന്നില്ല. ഇതിനകത്ത് തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നും ഇപ്പൊ പഠിക്കാം. നമ്മൾ എക്സൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത പാട് ബ്രാക്കറ്റിൽ ഒരു ഹൊറിസോണ്ടൽ ഉണ്ടോ? ഹൊറിസോണ്ടൽ എടുത്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം. വെർട്ടിക്കൽ എടുത്താൽ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ലൈൻസ് വരക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അപ്പോ നമുക്ക് എപ്പോഴാ ഓർത്തോടെ ആവശ്യം വരുന്നത്? എക്സൽ ടൈപ്പ് ചെയ്ത് സ്പെസിഫൈ എ പോയിന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമല്ലോ, അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ഓർത്തോ വേണം. മനസ്സിലായോ? അത് ക്ലിക്ക് ചെയ്യാണ്ട് ജസ്റ്റ് എക്സൽ എടുത്തിട്ട് വരക്കുവാണെങ്കിൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്ത് വരക്കാം. പിന്നെ അടുത്തായിട്ട് വരുന്നത് എക്സൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത പാടെ ഇവിടെ ഒരു ആംഗുലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പൊ എന്താണ് ആംഗുലർ എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കട്ടെ, അതിന് ശേഷം നമുക്ക് ആംഗിളിനെ പറ്റി പറയാം. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ദെൻ ആംഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ANG ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ എന്താ വരുന്നത്? എൻ്റർ ആംഗിൾ ഓഫ് എക്സ് ലൈൻ അല്ലേ? അതായത് എക്സ് ലൈനിന്റെ കൺസ്ട്രക്ഷൻ ലൈനിന്റെ ആംഗിളാണ് ചോദിക്കുന്നത്. ഞാനൊരു 60 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ 60 ഡിഗ്രിയിലാണ് ലൈൻ വരിക. അതായത് ഇതും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടും ഏത് ഉപയോഗിക്കാം? ആംഗിളിൽ ലൈൻ വരയ്ക്കാനും എക്സ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതൊരു പ്രൊജക്ഷൻ ലൈൻ ആയിട്ടാണ് നമ്മൾ പറയാ. അതായത് പ്ലാൻ വരച്ച് പ്ലാനിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് തൊട്ട് മുകളിൽ എലിവേഷൻ അഥവാ ഫ്രണ്ട് വ്യൂ വരക്കും. ആ എലിവേഷൻ പ്രൊജക്ട് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് സെക്ഷൻ വരക്കും. ഇതൊരു പ്രൊജക്ഷൻ ലൈൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യൂന്ന് മറ്റൊരു വ്യൂ പ്രൊജക്ട് ചെയ്ത് വരക്കാം. ക്ലിയർ? പ്ലാൻ വരക്കുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം ടൂൾ ഒന്ന് കുറച്ച് സെറ്റ് ആയിട്ടാകുമ്പോൾ ആ പ്ലാൻ വരക്കുന്നതൊക്കെ പഠിക്കാം. ദെൻ അടുത്ത ഓപ്ഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് റേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. RAY ആണ് ഇതിന്റെ കമാൻഡ് വരും. എന്താണ്? RAY ആണ് റേയുടെ കമാൻഡ്. റേ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈനിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് കൺസ്ട്രക്ഷൻ ലൈൻ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ റേക്ക് എന്ത് പറയാൻ പറ്റും? കൃത്യമായ സ്റ്റാർട്ട് പോയിന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും, എൻഡ് പോയിന്റ് പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഇത് പുറത്ത് ഓൺ ആക്കിയതുകൊണ്ടാണ്. സ്റ്റാർട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്തു. എൻഡ് പോയിന്റ് പറയാൻ പറ്റുന്നില്ല. പിന്നീട് ത്രൂ പോയിന്റാ ചോദിക്കുന്നത്. അതായത് ത്രൂ പോയിന്റ് പറയുമ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാം. ഒന്നുകൂടെ പറയാം. RAY ടൈപ്പ് ചെയ്തു. ഞാൻ ഓർത്ത് ഓഫ് ആക്കിയിട്ടുണ്ട്.
സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. കൃത്യമായ സ്റ്റാർട്ട് പോയിന്റ് പറയാൻ പറ്റും റേയിൽ. എൻ പോയിന്റ് ഇല്ല. കൺസ്ട്രക്ഷൻ ലൈനിൽ സ്റ്റാർട്ട് പോയിന്റും ഇല്ല, എൻ പോയിന്റും ഇല്ല. ഇവിടെ സ്റ്റാർട്ട് പോയിന്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരച്ചു പോവാം, എൻ്റർ ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ്, ഡൗട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോ താങ്ക് യു. നാളെ വീണ്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.